അതുപോലെ ഇനി പുതുതായിട്ട് വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, പഠിക്കുന്നുണ്ടാവാം. അവർക്കൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഉപദേശം എന്താണ്? അതായത് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത്, അതായത് സ്ഥലം സംബന്ധിച്ച് വസ്തു സംബന്ധിച്ചിട്ട് വളരെയധികം നോളേജ് ഇപ്പോൾ നിങ്ങൾ കച്ചവടം ചെയ്യുന്നോ ഇല്ലേ അതിനെ പറ്റി വളരെയധികം നിങ്ങൾ മനസ്സിലാക്കണം. നല്ല ഒരു മേഖലയാണ് ഇത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇതാണ്, ഇത് ഫീൽഡാണ്. ഈ ഫീൽഡ് കുറേ ആൾക്ക് ഒരു വസ്തു വിൽക്കുന്നതെന്ന് പറയുമ്പോൾ അത് ആ ബ്രോക്കർമാരാണ്, അവർ വിൽക്കുന്നതാണ്. അങ്ങനെയല്ല അത്. അതായത് അതേ ഒരു നല്ലൊരു മേഖലയാണ്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഞങ്ങൾ അതേ സമയത്ത് ഞങ്ങളിപ്പോൾ പണം ഉണ്ടെങ്കിൽ ഗോൾഡ് എടുത്ത് കഴിഞ്ഞെങ്കിൽ അതിന് റിസ്ക് ഉണ്ട്, അത് കട്ടുകൊണ്ട് പോകും. അതേസമയം ലാൻഡ് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് സപ്ലൈ ആണ്. അപ്പോൾ ലിമിറ്റഡ് സപ്ലൈ ആകുമ്പോൾ ഈ സ്ഥലത്തിന് എങ്ങനെയെങ്കിലും കൂടും, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. അത് ഗോൾഡ് എടുത്ത് വെച്ചെങ്കിൽ ഗോൾഡിനിപ്പോൾ ഇങ്ങനെ കൂടുന്നുണ്ട്, പക്ഷെ അത്രയും റിസ്ക് ഉണ്ട്. നമുക്ക് വീട്ടിൽ വെക്കാൻ പാടില്ല, കള്ളന്മാർ കയറി കൊണ്ട് പോയി പിന്നെ അതിന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ലാൻഡ് ആയെങ്കിൽ അവിടെ കമ്പൗണ്ട് എന്തെങ്കിലും ഇട്ടെങ്കിൽ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇട്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. 100% അതിന് മാക്സിമം കൂടും. അതുപോലെ എനിക്ക് അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഒരു പേടിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഒരുപക്ഷെ ഒരുപാട് പേരുടെ പ്രശ്നമായിരിക്കാം. ചില ലാൻഡുകൾ ഒരുപാട് പേര് ഈ നമ്മൾ വീട് വെക്കാനായി ലാൻഡ് വാങ്ങും, ചിലത് ഭാവിയിൽ അല്ലെങ്കിൽ ഇനിയൊരു തലമുറയുടെ ആവശ്യത്തിലേക്ക് ലാൻഡ് വാങ്ങി സൂക്ഷിക്കും. അപ്പോഴേക്ക് അടുത്ത കാലത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ് വലിയ പേടിയാണ് ഈ ലാൻഡ് കാരണം അത് എപ്പോഴും വേണമെങ്കിലും അതിൻ്റെ ബാക്കിൽ താമസിക്കുന്നവർ അതിനെ അത് ഇടിച്ചിട്ട് പിന്നെ ഒരു വഴി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് ഒരു വഴി വന്നു കഴിഞ്ഞാൽ പിന്നെ കോടതി അങ്ങനെയൊക്കെ ഉണ്ടോ? അതിന് അങ്ങനെ ഉണ്ടാവലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഞങ്ങളൊരു മുതലിട്ടൊരു സ്ഥലം എടുക്കുകയാണെങ്കിൽ അതിന് ഫെൻസിങ് ചെയ്യണം. ഫെൻസിങ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ചിട്ട് രേഖകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ രേഖകളിലെല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യണം, ചെയ്ത് വെക്കണം. ഈ പറഞ്ഞത് ഇതുവഴി ഒരു വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ഷെ പിന്നീട് കോടതി പറയും നടന്നോളാം. അത് ഈ കോടതിയുടെ ചില കാലതാമസം കൊണ്ട് ഈ വഴി പിന്നെ ഒരു സ്ഥിരമാവും, പിന്നെ ഒരു പൊതുവഴിയെ പിന്നീട് അതങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ടുള്ള വഴി കുറെ കാലങ്ങളിൽ ലിമിറ്റേഷൻ ആയിട്ട് പ്രകാരം പോയിക്കൊണ്ടപ്പോൾ വഴിയാവും. ഇന്നത്തെ ആചാരം നാളെ വിചാരാവും. അല്ല, ആ സമയത്ത് എന്തുകൊണ്ടാണ് നിയമം നോക്കുകുത്തികളാവുന്നത്? അതായത് ഈ വഴി സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ബാക്കിലത്തെ ആൾക്ക് വേറെ ഇതില്ലെങ്കിൽ, അതായത് വേറെ ഉണ്ടായിട്ട് ചെയ്യുന്നത് അത് തെറ്റാണ്. അത് ബുദ്ധിമുട്ടിക്കെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ വഴി ഉണ്ടെങ്കിൽ കൊടുക്കണം. അതായത് അറ്റ്ലീസ്റ്റ് നടന്നു വന്ന വഴിയെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളത്തിന് വെള്ളം വഴി ഇല്ല എന്ന് പറയാൻ പാടില്ല. അത് ദൈവം കൊടുക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഇത് ഈ ഒരു ചോദ്യം പോലും ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. കാരണം ഇത് ചില ആൾക്കാർ എന്ത് പറയുന്നു, ഈ വഴി ഉണ്ടായിട്ടും ഈ ഇങ്ങനെയുള്ള ചില നിയമത്തിന്റെ ചില പഴുതുകളെ ചിലർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം. അതായത് ഇതൊരു സീരിയലിൽ പോലും ഇതൊരു പ്രമേയമാക്കി. അതായത് ഞാൻ പറഞ്ഞത് ദുരുപയോഗപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ഞങ്ങൾ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ചെയ്യണം. എന്തൊക്കെയാണ്? ഞങ്ങളെ ഇപ്പൊ വീട്ടിൽ സാധനം വെച്ചിട്ട് ഡോർ ലോക്ക് ആയില്ലെങ്കിൽ എന്താവും, കയറൂ. അതേമാതിരി ഞങ്ങൾ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രേഖ സംബന്ധിച്ചിട്ട് എല്ലാം ഞങ്ങൾ അപ് ടു ഡേറ്റ് ആക്കി വെക്കണം. അപ് ടു ഡേറ്റ് ആക്കി വെച്ചിട്ട് ആ ബൗണ്ടറി ഇല്ലെങ്കിൽ ബൗണ്ടറി ഇട്ട് വെച്ചിട്ട് ഫെൻസിങ് ചെയ്ത് വെക്കണം. പിന്നെ പൊളിച്ചെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് നടക്കാമല്ലോ. അല്ലെങ്കിൽ ഓപ്പൺ ആക്കി വെച്ചെങ്കിൽ നാളെ ഇങ്ങനെ പോയി ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ ബോംബെയിലുണ്ടാവും, ഈ സ്ഥലം എങ്ങനെ ഉണ്ടാവും, പോയിക്കൊണ്ടാവും. പിന്നെ വഴി തടസ്സം പറയാൻ പറ്റില്ല. നിയമത്തിൽ പറയൂ അവിടെ കുറേ വീട്ടുകാർക്ക് ഇതന്നെ വഴി വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെ പോകുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അത് നിയമത്തിൻ്റെ അനുസരിച്ചിട്ടാണ് അത് പോകുന്നത്. ബൈ കിട്ടുമെന്ന് പറയുന്നില്ല, ബൈ കിട്ടില്ല എന്ന് പറയുന്നില്ല. അങ്ങനെയാണ് അത്. അതുകൊണ്ട് ഞങ്ങളെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ചെയ്തെങ്കിൽ ഒരു 99% നമുക്ക് ഇതാക്കാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. വലിയ നല്ലൊരു അറിവായിരുന്നു. പലർക്കും അത് പ്രയോജനപ്പെട്ടതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അതുപോലെ ഈ മേഖലയിൽ ഈ കോമ്പറ്റീഷനുകൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? അതായത് ഈ മേഖലയിൽ കോമ്പറ്റീഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ മറ്റൊരാളെ കോമ്പറ്റീഷനായിട്ട് ചെയ്യേണ്ട വന്നിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പിന്നെ വർക്ക് വന്നുകൊണ്ടുണ്ട്. അതുകൊണ്ട് അത് സംബന്ധിച്ചിട്ട് കോമ്പറ്റീഷൻ ഇന്ന് വരെ എനിക്ക് ഇത് വന്നിട്ടില്ല. കോമ്പറ്റീഷൻ എന്നെ ബാധിച്ചിട്ടില്ല. എനിക്ക് വിചാരിച്ച പണികൾ വരുന്നുണ്ട്. അതായത് എൻ്റെ പണീൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഗുണങ്ങളനുസരിച്ചിട്ട് എനിക്ക് ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. അത് എനിക്ക് ബാധിച്ചിട്ടില്ല പറയാം. ഒരു നല്ല രീതിയിലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ എന്തൊക്കെ നല്ല ക്വാളിറ്റികളാണ് ഒരു സംരംഭകന് വേണ്ടത്? അതായത്
സിൻസിയറിറ്റി, ഒബീഡിയൻസ്, പിന്നെ ഹെൽപ്പിംഗ് നേച്ചർ, അത് 3 ഉണ്ട് കഴിഞ്ഞെങ്കിൽ ജനങ്ങൾ വന്നു കഴിഞ്ഞെങ്കിൽ അവരെ പ്രോബ്ലം എന്തെന്ന് അവർ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കരുതണം ഫസ്റ്റ്. എന്നിട്ട് അവരെന്ത് ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞ് ന്യായമായിട്ട് സിമ്പിളായിട്ട് അതിനെ ചെയ്തു കൊടുക്കുക. അവർക്ക് ടെൻഷൻ അടുപ്പിക്കാണ്ട് ചെയ്തു കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ഇത് വന്നെങ്കിലും ഞങ്ങളെ സമീപിക്കുമെന്നാണ് എൻ്റെ തോന്നൽ. അതങ്ങനെ ആയിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ തിരക്കേറിയ ബിസിനസ് തിരക്കുകൾക്കിടയിലും കേരള വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അരമണിക്കൂർ മാറ്റിവെച്ചിട്ട് പല വശങ്ങളെക്കുറിച്ചും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം ബാലിശമായിരുന്നു, എങ്കിലും അതല്ല, നാട്ടു നടപ്പുള്ള ചില കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ടും ഞാൻ വന്നത്. അതിനെല്ലാം വിദഗ്ധമായി നല്ല മറുപടിയും അത് കണ്ടുകൊണ്ടിരുന്നവർക്ക് വളരെ പ്രയോജനകരമായ മറുപടി നൽകിയതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വകയും എൻ്റെ VK പ്രോപ്പർട്ടീസ് എന്ന സ്ഥാപന വകയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. VK പ്രോപ്പർട്ടീസിന്റെ പ്രൊപ്പറേറ്റർ അഡ്വക്കേറ്റ് ശ്രീ വിശ്വനാഥ് കാമത്തുമായിട്ടുള്ള ഈ അഭിമുഖ സംഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ക്രയവിക്രയം ഒക്കെ നടക്കുന്നത് ഭൂമി ഇടപാടുകളിലാണ്. അതേക്കുറിച്ചുള്ള ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ഉത്തരം വരെ ലഭിച്ചു കഴിഞ്ഞു. എന്താണ് ഒരു വസ്തു വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പലരും ഇതൊന്നും അറിയാതെയാണ് പലരും വസ്തു വാങ്ങാനായിട്ടൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. ആ വസ്തുവിന്റെ നിയമക്കുരുക്കുകളെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു അവയർനെസ് നൽകാൻ തീർച്ചയായിട്ടും ബിസിനസ് സ്റ്റാറിനും കഴിഞ്ഞു. അതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. എന്തായിരുന്നാലും ഇതുപോലുള്ള അറിവുകളും വിശേഷങ്ങളും മറ്റ് ഒരു വ്യക്തിയുടെ ജീവിതകഥയുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.